ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ഫുഡ് ആയാലോ? അപ്പം എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ആദ്യം തന്നെ പറയട്ടെ, ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കല്ലേ, കമൻറ്റും കേട്ടോ. അപ്പോൾ നമ്മളൊരു ഡാൽ ഫ്രൈ ആണ് കേട്ടോ നോക്കുന്നത്. ഞാൻ നമ്മുടെ സാധാരണ തൂരപ്പരിപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഒരു 5-6 വിസിലങ്ങോട്ട് അടിച്ചോട്ടേന്നേ. എങ്കിൽ പിന്നെ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമ്മുടെ ചേരുവകളൊന്ന് റെഡിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് സവോള, ഒരു സവോള എടുത്തിട്ടുള്ളൂ, 2 തക്കാളി ഇത്ര എടുത്ത് അരിഞ്ഞ് പാകപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുക. ഇത്തിരി ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അത് എഡിറ്റ് ചെയ്തപ്പോൾ വിട്ടുപോയി കാണിക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തോളുക. ഈ ഉപ്പ് ഇട്ട് കൊടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ അതെല്ലാം ഒന്ന് മാറി വരുന്ന സമയം കൊണ്ട് നമുക്കിത്തിരി ഗരം മസാല, മല്ലിപ്പൊടി ഇത്തിരി കൂടുതലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് ഈ സവോളയ്ക്കകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുത്തോളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 തക്കാളി അത് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് അതും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് അതും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തോളൂ കേട്ടോ. അപ്പം അത് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഒരു ഇത്തിരി മല്ലിയില, ഇത്തിരി എന്നല്ലാതെ അവനവൻ്റെ ഇഷ്ടം പോലെ, എൻ്റെ കയ്യിൽ ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാട്ടോ ഇത്തിരി എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അതും കൂടി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇച്ചിരി വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് തിളപ്പിച്ചാറിയ വെള്ളമാണെങ്കിൽ ഒന്നുകൂടെ ബെസ്റ്റ് ആയിരിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി തണുത്ത വെള്ളം ഒഴിച്ചു നോർത്തോട്ട് ഒരു കുഴപ്പമില്ലെന്നേ. അപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് അതും കൂടി ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ വേവിക്കാൻ വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ടൊരു വിസ്ക് എടുത്തിട്ട് എന്താ പറയുക, അടിപൊളിയായിട്ടൊന്ന് ഉടച്ചെടുത്തോളുക. നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഈ ഉടച്ചെടുത്ത് പരിപ്പ് ഇതുപോലെ നല്ല ചാറ് പോലെ ഇരിക്കും. എന്നാൽ അത്യാവശ്യം തരികളൊക്കെ ഉണ്ട്. അതിനെ നമുക്ക് നമ്മുടെ ചേരുവയ്ക്കകത്തോട്ട്, അതായത് സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, നമ്മുടെ എന്താ പറയുക തക്കാളി അരിഞ്ഞത്, ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ മിക്സ് നമ്മുടെ മസാലക്കൂട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ തൊട്ടിട്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പതുക്കെ ഇളക്കി അങ്ങോട്ട് കൊടുത്തോളുക. ഒരുപാട് അങ്ങ് ചാറ് പോലെ വേണ്ട കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. നമുക്ക് ഇത്തിരി തിക്കായിട്ട് തന്നെയാണ് വേണ്ടത് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം തിളച്ച് നന്നായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനുള്ള കടുക് പൊട്ടിക്കണം. കടുക് മാത്രമല്ല, അതിൻ്റെ കൂടെ ജീരകമുണ്ട്, നമ്മുടെ സ്പൈസസ്, അതായത് കറുവപ്പട്ട ഉണ്ട്, കറുവയുടെ ഇലയുണ്ട്, പിന്നെ ഏലക്കായ ഉണ്ട്, അങ്ങനെ ഗ്രാമ്പൂ ഉണ്ട്, അങ്ങനെ അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ളതെല്ലാം. പിന്നെ കൂടെ 2 മുളക്, അത് മുറിച്ചിട്ടുണ്ട്, മുറിക്കാതെ 2, 3, 4 എത്രയാണെങ്കിലും കുഴപ്പമില്ല. കൂടെ ഇത്തിരി മുളക് പൊടി എരിവ് കൂടുതലുള്ളവർക്ക് വേണമെന്നുള്ളവർക്ക് ഇത്തിരി കൂടുതലിട്ട് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം ഇട്ട് കൊടുക്കുന്നത് നല്ല എരിവുള്ള മുളകായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒരു തക്കാളി എടുത്ത് അത്യാവശ്യം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലിയിലയും കൂടെ ചേർക്കണം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇല ഇല്ലായിരുന്നു കേട്ടോ, ഇലയില്ലാത്തതുകൊണ്ട് തണ്ട് മാത്രമേ കിട്ടിയുള്ളൂ, ബാക്കിയെല്ലാം തീർന്നു പോയായിരുന്നു. അപ്പോൾ ആ ഉള്ള തണ്ടും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നമ്മുടെ പകുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഡാൽ ഫ്രൈക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് തിക്കല്ല, എന്നാൽ തിക്കാണ് തന്നെ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലുണ്ടല്ലോ, എൻ്റെ പൊന്നെ പറയാതിരിക്കാൻ പറ്റില്ല. ഇനി ആ കടുക് പൊട്ടിക്കുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് ഇച്ചിരി നെയ്യും കൂടെ ചേർത്ത് അടിപൊളി സൂപ്പറാണ്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കല്ലേ. ടാറ്റാ.